വെൽക്കം ടു മൈ കോളേജ് പ്രോഗ്രാംസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡൽഹി 1981 അല്ലേ, 1981 ഡൽഹി എങ്ങനെയായിരുന്നു, ഡൽഹിയിൽ എന്തൊക്കെ പ്രത്യേകതകളാണ് എന്നുള്ള കാര്യം വായനക്കാരിലേക്ക് എത്തിക്കുന്നത് ഡൽഹി എന്ന് പറഞ്ഞ ഒരു കഥയിലൂടെയാണ്. ഇതിൽ പ്രധാനമായും ചെറുകഥയുടെ ഒരു ആധുനിക ഘട്ടത്തിൻ്റെ പ്രത്യേകതകളാണ് ഇതിൽ അറിയുന്നത്. സമകാലിക സാമൂഹ്യ പ്രശ്നങ്ങളെ അല്ലെ, ആ സമയത്ത് ഡൽഹിയിൻ്റെ ആ ഒരു പരിസര പ്രദേശങ്ങളിൽ പൊതുവെ ഡൽഹി അനുബന്ധിച്ചുണ്ടായ സംഭവങ്ങളൊക്കെ, സാമൂഹ്യ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഈ ഒരു കഥയിലൂടെ മനസ്സിലാക്കാം. സാമൂഹിക പ്രതികരണ ശേഷി അല്ലെ, ജനങ്ങളുടെ പ്രതികരണ ശേഷി മനസ്സിലാക്കാൻ നമുക്ക് ഈ കഥ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ മിസ്സിൽ ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാം. ചെറുകഥയുടെ ആധുനിക ഘട്ടത്തിൻ്റെ പ്രത്യേകതകളും കൂടാതെ പ്രവണതകളും സാഹിത്യ സമകാലിക ചിന്തകളും പരീക്ഷണാത്മകമായി ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നു. കൂടാതെ 30 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തെയാണ് മുകുന്ദൻ ഈ കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എം മുകുന്ദനാണ് ഇത് എഴുതിയത്. ഓക്കെ, കഥ എഴുതിയ ആളെ പേര് എം മുകുന്ദൻ. അപ്പം മിസ്സിൻ്റെ മറ്റ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടിരിക്കും. കാരണം നമ്മൾ പ്രസൻറ്റ് ചെയ്തത്, മിസ്സിൻ്റെ ക്ലാസ് പ്രസൻറ്റ് ചെയ്യുന്നത് എസ്സേ മോഡൽ, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റണം, ആസ്വാദനക്കുറിപ്പ് എഴുതാൻ പറ്റണം, 1 വേർഡ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റണം, 2 മാർക്ക് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റണം, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റണം, പിന്നെ മാച്ച് ദ ഫോളോയിങ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആര് എപ്പോൾ ഏതൊക്കെ കഥകളാണ് എഴുതിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വേണം. അതേപോലെ തന്നെ ഡൽഹി എഴുതിയത് മുകുന്ദൻ. ഓക്കെ, മുകുന്ദനാണ് ഡൽഹി 1981 ഡൽഹിയിൽ നടന്ന സമകാലിക പ്രശ്നങ്ങളാണ് ഇതിലെ പ്രമേയം. ഓക്കെ, പിന്നെന്താ പറയുക, സമകാലിക സാമൂഹ്യ പ്രശ്നങ്ങളെ നിശിതമായി വിമർശിക്കുന്ന ഒരു കഥയാണ് ഡൽഹി 1981 എന്ന് പറഞ്ഞ നമ്മുടെ ഈ കഥ. ഓക്കെ, പിന്നെ ചെറുകഥയുടെ ആദ്യഘട്ടത്തിലെ എല്ലാ പ്രവണതകളെയും മുകുന്ദൻ്റെ കഥകളിൽ നമുക്ക് കാണാം. എല്ലാ ട്രെൻഡുകളും പരീക്ഷിച്ച് വിജയിച്ച ആളാണ് എം മുകുന്ദൻ. അപ്പം നമ്മളെന്ത് ചെയ്യും, നമ്മളെന്താ നേരത്തെ പറഞ്ഞത്, ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പം ഇൻട്രൊഡക്ഷൻ വേണം, കണ്ടന്റ് വേണം, കൺക്ലൂഷൻ വേണം. അപ്പം നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് ആരെപ്പറ്റി, മുകുന്ദൻ്റെ കൃതികളെപ്പറ്റി എഴുതണം, മുകുന്ദൻ്റെ രചനകളുടെ സവിശേഷതകളെ പറ്റി എഴുതണം. ഇൻട്രൊഡക്ഷൻ 2 പാരഗ്രാഫ് എഴുതണം, പിന്നെ കണ്ടന്റ് എഴുതണം, കണ്ടന്റ് ഒരു 3-4 പാരഗ്രാഫ് എഴുതണം, നെക്സ്റ്റ് കൺക്ലൂഷൻ എഴുതണം അല്ലേ. അങ്ങനെയാണ് നമ്മുടെ ആസ്വാദനക്കുറിപ്പ് പൂർത്തിയാവുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ 1 വേർഡ് ഉണ്ടാവും, മാച്ച് ദ ഫോളോയിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിരുത്തി മനസ്സിലാക്കണം. ഇതിൽ വേറെ ചെറുകഥയുടെ ആദ്യഘട്ടത്തിലെ എല്ലാ പ്രവണതകളെയും മുകുന്ദൻ്റെ കഥകളിൽ നമുക്ക് ദർശിക്കാം. എല്ലാ ട്രെൻഡുകളും പരീക്ഷിച്ച് വിജയിച്ച ആളാണ് എം മുകുന്ദൻ. പിന്നെ പരിസ്ഥിതി രചന, പ്രവാസം, സൈബർ ചരിത്രാത്മകത, എല്ലാ സാഹിത്യ പ്രവണതകളും മുകുന്ദൻ്റെ കഥകളിൽ നമുക്ക് ദർശിക്കാം. 1850 ഡൽഹിയിൽ നടന്നൊരു സംഭവത്തെയാണ് ഇതിൽ നമുക്ക് പരാമർശിക്കുന്നത്. 1981 എന്ത് കഥയാണ് നടന്നത് നമുക്ക് നോക്കാം. പിന്നെ മയ്യഴിയിൽ 1942 സെപ്റ്റംബറിൽ 19 ജനിച്ചു. തൻ്റെ ആദ്യ സാഹിത്യ സൃഷ്ടിയായ ചെറുകഥയാണ് 1961 പ്രസിദ്ധീകരിക്കപ്പെട്ട. പിന്നീട് മുകുന്ദൻ ധാരാളം നോവലുകളും ചെറുകഥകളും എഴുതി. ഉദ്യോഗത്തിൻ്റെ ഭാഗമായി മുകുന്ദൻ്റെ ജീവിതം പിൽക്കാലത്ത് ഡൽഹിയിലേക്കു പറിച്ചു നടപ്പെട്ടു. ഡൽഹി ജീവിതവും മുകുന്ദൻ്റെ തൂലികതയിൽ സാഹിത്യ സൃഷ്ടികളായി മാറി. മുകുന്ദൻ്റെ സൃഷ്ടികളിലുടനീളം ഫ്രഞ്ച് അധിനിവേശ സ്മരണകളും മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെ തുടിപ്പുകളും കാണാം. ഇതുമൂലം അദ്ദേഹം മയ്യഴിയുടെ കലാകാരൻ എന്നും മുകുന്ദൻ അറിയപ്പെടുന്നു. മയ്യഴിയുടെ കലാകാരൻ എന്നും മുകുന്ദൻ അറിയപ്പെടുന്നു. പിന്നെ പ്രധാനപ്പെട്ട കൃതികൾ എന്തൊക്കെ നോക്കാം നമുക്ക്. സൂര്യോദയം, ഡൽഹി, ഹരിദ്വാർ മണി മുഴങ്ങുന്നു, ആകാശത്തിനു ചുവട്ടിൽ, ആദിത്യനും രാധയും മറ്റു ചിലരും, ഒരു ദളിത് യുവതിയുടെ കഥന, കിളി വന്നു വിളിച്ചപ്പോൾ, രാവും പകലും, സാവിത്രിയുടെ അരഞ്ഞാണം, കേശവന്റെ വിലാപങ്ങൾ, നൃത്തം, ലോകം, അതിലൊരു മനുഷ്യൻ, സീത, ഡൽഹി കഥകൾ, മയ്യഴിയുടെ തീരങ്ങളിൽ, നദിയും തോണിയും എന്നിവ, പിന്നെ കുഴിയാന തുടങ്ങി നിരവധി ചെറുകഥകളും മുകുന്ദൻ രചിച്ചിട്ടുണ്ട്. മലയാളത്തിലെ ആദ്യ സൈബർ നോവലാണ് മുകുന്ദൻ്റെ നൃത്തം. ഓക്കെ, വീട്, നദിയും തോണിയും, 5.5 വയസ്സുള്ള കുട്ടി, ഹൃദയവതിയായ ഒരു പെൺകുട്ടി, തട്ടാത്തി പെണ്ണിൻ്റെ കല്യാണം, ചെറുകഥാ സമാഹാരങ്ങളാണ് മിസ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്, നദിയും തോണിയും, വേശ്യകളെ, നിങ്ങൾക്കൊരമ്പലം, ഹൃദയവതിയായ പെൺകുട്ടി എന്നിവയാണ് പ്രധാനപ്പെട്ട കൃതികൾ. പിന്നെ
കാന്ത്രദർശിത്വമുള്ള, പിന്നെ ഇതിലെ തീംസ് വരില്ല, കീ തീംസ് അല്ല, കീ പോയിന്റ്സ് ഒന്ന് മിസ് വായിക്കാം. മുകുന്ദൻ കഥകളെ വിശകലനം ചെയ്യുന്നു. സമകാലിക സാമൂഹികാവസ്ഥകളെ ചോദ്യം ചെയ്യുന്ന ചെറുകഥ രചയിതാക്കളിൽ പ്രധാനപ്പെട്ട ഒരാളാണ് എം മുകുന്ദൻ. ഓക്കെ, ആധുനിക കഥാകാരന്മാരിൽ നിന്നും സമകാലിക കഥാകാരനെന്നും പിന്നെ എം മുകുന്ദനെ വ്യത്യസ്തനാക്കുന്നത് എല്ലാ സാഹിത്യ പ്രവൃത്തി പരീക്ഷിച്ചു വിജയിച്ചു എന്ന നിലയിലാണ്. മയ്യഴിയുടെയും ഡൽഹിയുടെയും പശ്ചാത്തലമായിരുന്നു മുകുന്ദൻ്റെ ക്യാൻവാസ്. ഡൽഹിയിൽ സാമൂഹ്യ വിരുദ്ധർ നടത്തിയ അഴിഞ്ഞാട്ടത്തിൻ്റെ യഥാർത്ഥമായ ആവിഷ്കാരമാണ് അല്ലേ. എന്താണ് ഇതിൽ പ്രധാനം? ഡൽഹിയിൽ സാമൂഹ്യ വിരുദ്ധർ. അപ്പോൾ നമ്മുടെ എന്തിലേക്ക് ചെറുകഥയുടെ ആധുനിക ഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. സമകാലിക സാമൂഹ്യ പ്രശ്നമാണ് ഡൽഹിയിൽ സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടിയിരുന്ന ഒരു സമയം. ഓക്കെ, പിന്നെയോ ദില്ലിയിലെ കുപ്രസിദ്ധരായ തെമ്മാടികളെ സാനക് ചന്ദും രഘുവീറും പിന്നെ മൈതാനത്തിൻ്റെ മറുഭാഗത്തിരിക്കാൻ ദമ്പതിമാർ അടുത്തു ചെല്ലുമ്പോൾ തെമ്മാടികൾ വഴി ദമ്പതിമാർ ഒഴിഞ്ഞു പോകാൻ ശ്രമിച്ചെങ്കിലും നാനക് ചന്ദും രഘുവീറും അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഭർത്താവ് കുഞ്ഞിനെ ഭാര്യ ഏൽപ്പിച്ചിട്ട് പ്രതിരോധിക്കും. അതിനിടയിൽ അവിടെ എത്തിയ മറ്റൊരാളിനോട് ഭാര്യ സഹായം അർത്ഥിച്ചപ്പോൾ ഭർത്താവിനെയും ഭാര്യയൊക്കെ സാമൂഹ്യ വിരുദ്ധർ 1981 എന്ത് ചെയ്യുന്നു? പിന്നെ മൊത്തത്തിൽ പിന്നെ അല്ലേ തൊഴിക്കുന്നു, ഇടിക്കുന്നൊക്കെ ചെയ്യുന്നു. എങ്കിലും പിന്നെ കാഴ്ചക്കാരായി കുറേ ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് അല്ലേ. മൈതാനത്ത് സംഘർഷം ഒഴുകി. തെമ്മാടികൾ അവർ ചെറുപ്പക്കാരനെ ഉപദ്രവിച്ചു. കരയുന്ന കുഞ്ഞിൻ്റെ വായിൽ അവർ തൂവാല തിരുകി കയറ്റി. അപ്പോൾ സമകാലിക സംഭവങ്ങളാണ്. അപ്പം മിക്സ്ഡ് ബോർഡിൽ എഴുതിയിട്ടുണ്ട് അല്ലേ, സമകാലിക സാമൂഹ്യ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ക്രൂരമായി ബലാത്സംഗം ചെയ്തു. അവർ നിരപരാധികളായ ദമ്പതിമാരെ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നു. ഗുണ്ടകളെക്കാൾ ഇത് കണ്ട് ആനന്ദിച്ചത് പാണ്ഡെയും കൂട്ടുകാരും. അപ്പോൾ പാണ്ഡെ എന്ന് പറയുന്ന ഒരാളും അതിൻ്റെ കൂട്ടുകാരനുമായിരുന്നു. ആ ദുഷ്ടത്തിനെതിരെ ശബ്ദിക്കാൻ ആ മഹാനഗരത്തിൽ ആരും മുന്നോട്ട് വന്നില്ല. ഭരണാധികാരികൾ കബറിനുള്ളിൽ ശവങ്ങൾ പോലെ നിദ്ര കൊള്ളുന്നു. കബറിനുള്ളിൽ നിന്ന് പ്രാവുകളുടെ കൂട്ടത്തിൽ നിന്നും ഒരു ചെറുപ്രാവ് പറന്നു വന്ന് നാനക് ചന്ദിൻ്റെ തലയിൽ ഒരു കൊത്തു കൊടുത്തു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മുകുന്ദൻ ഈ കഥ അവസാനിപ്പിക്കുന്നത്. സഹാനുഭൂതി ഉറങ്ങുന്ന ശവകുടീരങ്ങൾ. അപ്പോൾ 2 യുവാക്കളും അവളെ കല്ലറയുടെ അടുത്തേക്ക് വലിച്ചെടുക്കാൻ തുടങ്ങി. തകർന്ന മക്ബറയുടെ ചുവരെ പ്രാവുകൾ അസ്വസ്ഥരങ്ങൾ അയാളെ ബലാത്സംഗം ചെയ്യാൻ പോകുന്നു. അപ്പോൾ ആ പെൺകുട്ടിയെ സാമൂഹ്യ വിരുദ്ധർ കയ്യും കാലും വലിച്ചിരച്ചുകൊണ്ടാണ് എങ്ങോട്ട് കൊണ്ടുപോകുന്നത്? ആ ഒരു മറ്റേ ശവക്കല്ലറയുടെ അടുത്തേക്ക് കൊണ്ടുപോകണം. അപ്പം ഇങ്ങനെ മനസ്സ് പറയാണ്, എന്താണ് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ പട്ടാപകൽ ഇത്രയും ആയിട്ട് ക്രൂരമായി ഉപദ്രവിക്കാൻ പാകം. അപ്പം അതൊക്കെ സമകാലിക സംഭവങ്ങളാണ് അല്ലേ. ജനങ്ങൾ ഇതൊക്കെ അറിയണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് മുകുന്ദൻ ഈ ഒരു കഥ ഇങ്ങനെ ആക്കിയത്. പിന്നെ മനുഷ്യർ പിന്നെ നിശബ്ദർ. മുകുന്ദൻ്റെ ഡൽഹി അവരുടെ കൺമുൻ നടക്കുന്ന അക്രമ പ്രവർത്തനങ്ങളുടെ കാഴ്ചക്കാരുടെ നിന്ദ്യമായ മനോഭാവത്തിന് ശക്തമായ രാഷ്ട്രീയ വ്യാഖ്യാനമാണ്. മലയാള സാഹിത്യത്തിലെ ആധുനികതയുടെ തുടക്കക്കാരിൽ ഒരാളായ മുകുന്ദൻ ഒരു പാരമ്പര്യേതര ആഖ്യാനത്തിൻ്റെ രൂപത്തിൽ കഥയെ രൂപപ്പെടുത്തിയിരിക്കുന്നു. ബി ഹാരിസ് മലയാളത്തിൽ ഇംഗ്ലീഷിലേക്ക് ഈ കഥ വിവർത്തനം ചെയ്തത്. വിവർത്തനം യഥാർത്ഥ വാചകത്തിൽ നിന്ന് നിഷ്ക്രിയമായ ആക്രമണത്തെ സൂക്ഷ്മത മിഴിയോടെടുക്കുന്ന ഡൽഹിയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന നഗരദൃശ്യം പശ്ചാത്തലമാക്കി നഗരജീവിതത്തിലൂടെ കൈവരിച്ച ഗുണനിലവാരം, ആക്രമണത്തോടുള്ള അസ്വസ്ഥതയുടെ അഭാവത്തെക്കുറിച്ചാണ് ഇവിടെ കഥ പറയുന്നത്. പിന്നെ എൻ്റെ മാതൃഭാഷയായ മലയാളത്തിലെഴുതി ഈ കഥ സാഹിത്യ വലിയ ശ്രദ്ധ നേടിയിരുന്നു. അപ്പോൾ ഡൽഹിയിൽ നടന്ന സാമൂഹ്യ വിരുദ്ധർ ഒരു പാവപ്പെട്ട അനേകം യുവതികളെ ക്രൂരമായി പീഡിപ്പിക്കുന്നതും ഭാര്യയും ഭർത്താവും അടങ്ങുന്ന കുടുംബങ്ങളെ ഉപദ്രവിക്കുന്നതുമായ പല സംഭവങ്ങളും ഡൽഹിയിലെ രാഷ്ട്രീയ ഒരു കാലഘട്ടത്തിൽ അരങ്ങേറിയിരുന്നു. അപ്പം ഇതൊക്കെ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു കഥ എഴുതിയത്. കൂടാതെ പാഠവിശകലനം എന്താണ്? മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു സംഭവം നേരിട്ട് കാണേണ്ടി വന്നതിൻ്റെ പ്രതിഷേധമായിട്ടാണ് മുകുന്ദൻ ഈ കഥ എഴുതിയത് അല്ലേ. അതായത് മനുഷ്യ മനസാക്ഷി അത്രക്കും വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു സംഭവം നേരിട്ട് കാണേണ്ടി വന്നതിനെ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ സങ്കടം, ദേഷ്യം, കോപം, ഇതൊക്കെ എന്താണ്? ജനങ്ങൾ അറിയണം. ഇങ്ങനത്തെ ഓരോ സമൂഹത്തിൽ ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ, ഇതിങ്ങനെ നടക്കരുത്. അപ്പോൾ ജനങ്ങൾ അറിഞ്ഞിട്ട് ചോദ്യം ചെയ്യണം, എന്തുകൊണ്ട് ഇങ്ങനെ നടന്നു, ആ ചോദ്യം ചെയ്തേ പറ്റൂ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം മുകുന്ദൻ ഈ കഥ. ആ ചുറ്റുപാടും എന്ത് സംഭവിച്ചാലും വീടിനകത്തിരുന്ന് കണ്ടു രസിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ.
എന്ത് തന്നെ ചുറ്റുപാട് സംഭവിച്ചാലും വീടിനകത്തിരുന്ന് കണ്ട് നല്ല ആനന്ദിക്കുന്നത്. അതായത് നമ്മൾ വയനാട് ഉരുൾപൊട്ടലൊക്കെ വന്നപ്പോൾ പലരും എന്ത് ചെയ്തു, നേരെ വയനാടിലേക്ക് പോയിട്ട് സന്നദ്ധ സംഘത്തിലും